നമസ്കാരം, ഡോക്ടർ ബിജോയ്. സോഡിയം കുറഞ്ഞാൽ ശാരീരികമായ എന്തെല്ലാം അസ്വസ്ഥതകൾ പ്രകടമാവും, എങ്ങനെ നമുക്ക് സോഡിയം കുറഞ്ഞത് കണ്ടുപിടിക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് നോക്കാം. ചിലപ്പോഴെങ്കിലും സോഡിയം കുറഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ചില അസ്വസ്ഥതകൾ പ്രകടമാവും എന്ന് പലപ്പോഴേ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല. നമ്മുടെ കറിയിപ്പ് ഉപയോഗിക്കുമ്പോൾ സോഡിയത്തിൻ്റെ അളവ് സ്വാഭാവികമായിട്ട് ലഭിക്കും. എന്നാൽ സോഡിയത്തിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 135 മുതൽ 145 മില്ലി ഈക്വലൻ്റ് പെർ ലിറ്ററാണ്. അതുകൊണ്ട് ഇതിൻ്റെ അളവ് കുറയുന്നതോടുകൂടെ തന്നെ ഇതിൽ നിന്ന് ഒരു 135 താഴെ വരുമ്പോഴാണ് നമ്മൾ ഹൈപ്പോനാട്രീമിയ എന്ന് പറയാറുണ്ട്. ഇതാണ് സോഡിയം കുറഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ സോഡിയം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്ഷീണവും അതുപോലെ തന്നെ ഒരു മടി പോലെ, അതുപോലെ എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ മറവി ശീലം കാണാറുണ്ട്. കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ടാവാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിക്കാറില്ല. ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രവണത സോഡിയം കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സോഡിയം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ് എന്നുള്ളൊരു കണക്കൂട്ടൽ പ്രകാരം ഇത് പലപ്പോഴായി ചെക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ സോഡിയത്തിൻ്റെ അളവ് ചെക്ക് ചെയ്യണം. എന്നാൽ സോഡിയത്തിൻ്റെ അളവ് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കാറുള്ളൂ. നമ്മൾ 118 താഴെ സോഡിയത്തിൻ്റെ അളവ് പോകുമ്പോഴാണ് നമുക്ക് കോമ സ്റ്റേജിലും അതുപോലെ മരണം വരെ സംഭവിക്കാവുന്നൊരവസ്ഥ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് സോഡിയത്തിൻ്റെ അളവ് മാനേജ് ചെയ്യാൻ സാധിക്കും? സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ധാരാളം വെള്ളം കുടിക്കുന്ന ആളാണ്. എന്നാൽ 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ അമിതമായി വെള്ളം കുടിക്കുന്നതുകൂടെ തന്നെ പലപ്പോഴൊക്കെ സോഡിയത്തിൻ്റെ അളവിൽ ഒരു വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്. 4 ലിറ്ററിന് മുകളിൽ കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സോഡിയത്തിൻ്റെ അളവിൽ ഒരു വ്യതിയാനം വരാനും ശാരീരികമായ ചില അസ്വസ്ഥതകൾ പ്രകടമാവാനും സാധ്യതയുണ്ട്. സോഡിയത്തിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നത് ചില അസുഖങ്ങളുടെ ഭാഗമായി വരാറുണ്ട്. നമ്മുടെ കരൾ സംബന്ധമായ അസുഖങ്ങളും വൃക്ക സംബന്ധമായ അസുഖങ്ങളും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ മുഖ്യമായ കാരണം. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് നമ്മുടെ ചില വീടുകളിലൊക്കെ നമ്മൾ BP കൂടുതലുള്ള ആളുകളുണ്ട്, രക്തസമ്മർദ്ദം അമിതമായുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ മിതമായ ഉപ്പാണ് അവർ ഉപയോഗിക്കാറ്. എന്നാൽ ചില ആളുകൾക്ക് ആ വീട്ടിൽ തന്നെ ചില ആളുകൾക്ക് ഉപ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് രക്തസമ്മർദ്ദം കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് രക്തസമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ വീട്ടിലുള്ള മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് സോഡിയം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണവും ഭക്ഷണശൈലിയും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ വ്യക്തികളും അവരുടെ ഭക്ഷണശൈലി ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദം കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും നമ്മൾ കറിയുപ്പ് കുറയ്ക്കേണ്ടതാണ്, സോഡിയത്തിൻ്റെ അളവ് മാനേജ് ചെയ്യണം. എന്നാൽ രക്തസമ്മർദ്ദം നമ്മൾ മാനേജ് ചെയ്യാനും നമുക്ക് സോഡിയത്തിൻ്റെ അളവ് ആവശ്യവുമാണ്. അതുകൊണ്ട് മിതമായ അളവിൽ നമ്മൾ കറിയുപ്പ് ഉപയോഗിക്കണം. നോർമൽ സ്റ്റേജിലേക്ക് സോഡിയത്തിൻ്റെ അളവ് നിലനിർത്താനും സാധിക്കണം. നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഘടനാപരമായ എല്ലിൻ്റെ ബലത്തിനും അതുപോലെ തന്നെ മസിൽസിൻ്റെ ബലത്തിനും എല്ലാ ഘടനാപരമായ പല രീതിയിലുള്ള മാറ്റങ്ങൾക്കും സോഡിയം അനിവാര്യമായ ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ കായിക അധ്വാനികളും വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എപ്പോഴെങ്കിലും ചില ക്ഷീണം പലപ്പോഴായി പ്രകടമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഞ്ചസാരയും ഉപ്പും ചേർത്ത ലായനി എപ്പോഴെങ്കിലും നിങ്ങൾ കുടിക്കാൻ ശീലിക്കുക. അതുകൊണ്ട് നമുക്ക് സോഡിയത്തിൻ്റെ അളവ് മാനേജ് ചെയ്യാൻ സാധിക്കും. കരിക്ക് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇഞ്ചി ചേർത്ത് മോരുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണ ശൈലിയിലൊരു മാറ്റം വരുത്തിയാൽ തന്നെ തീർച്ചയായിട്ടും സോഡിയത്തിൻ്റെ അളവ് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വെജിറ്റബിൾ സൂപ്പ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉപ്പിട്ട് നിങ്ങളുടെ നല്ല രീതിയിലുള്ള കഞ്ഞിവെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മിതമായ അളവിൽ നമ്മൾക്ക് സോഡിയവും പൊട്ടാസ്യവും കാൽഷ്യവും ബൈകാർബണേറ്റൊക്കെ നോർമൽ വാല്യൂ നിലനിർത്താൻ നിങ്ങൾ പലപ്പോഴായി ശ്രദ്ധിക്കണം. ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ 180 താഴെ, നിങ്ങളുടെ 130 താഴെ വരുമ്പോൾ തന്നെ ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആവുകയും നമുക്ക് ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുമുണ്ട്. ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ സോഡിയം പൊട്ടാസ്യം അതുപോലെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു നോർമൽ പേഴ്സണ് ചിലപ്പോഴായി നമ്മൾ പ്രകടമായ ലക്ഷണങ്ങളൊന്നും കാണാറില്ല. എന്നാൽ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ക്ഷീണവും അലസതയും മറവിയും ഒരു കോർഡിനേഷൻ ഇല്ലായ്മയും ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാനുള്ള പ്രവണതയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാണ് എന്ന് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ മറക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെറം സോഡിയം അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അളവുമൊക്കെ നിങ്ങൾ കറക്റ്റ് ഒരു 3 മന്ത്സ് കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഫുൾ ബോഡി ചെക്കപ്പ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 മാസം
കൂടുമ്പോൾ നിങ്ങളുടെ ബോഡി കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ ശരീരം കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞാൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാവുന്നൊരു അവസ്ഥയാണ്. അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഫാറ്റ്സും എല്ലാം നോർമലായ ഒരവസ്ഥയിൽ ബാലൻസ്ഡ് ഡയറ്റാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും അളവുമൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കാനും നോർമലായിട്ടുള്ള നല്ലൊരു ആരോഗ്യം നിലനിർത്താനും സാധിക്കും. 135 മുതൽ 145 വരെയുള്ള ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എപ്പോഴും സോഡിയത്തിൻ്റെ അളവ് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാവുന്നൊരു വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്കും കൂടി ഷെയർ ചെയ്യാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.